യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എവിടെയാണെന്ന്. വേറെ എവിടെയല്ല, നമ്മൾ നാട്ടിലെത്തിയേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമ്മൾ വേറെ വീഡിയോയിൽ എന്തിനാണ് നമ്മൾ നാട്ടിലേക്ക് വന്നതെന്നൊക്കെ നമ്മൾ ഉടനെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കാട്ടിത്തരാം. എൻ്റെ അമ്മോ, നമ്മൾ ദുബായിൽ നിൽക്കുമ്പോൾ വേറൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഇതെന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ കാട്ടിത്തരാവേ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വെച്ച് കണ്ടാവുന്നത് അല്ലേ ഭംഗി. അപ്പോൾ ഇത് നമ്മുടെ ലൂബിക്കായ്മ നിറച്ച് ലൂബിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ വീഡിയോ പച്ച കളർ നിങ്ങൾക്ക് കാണുമോയെന്ന് അറിയില്ല. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ മഴ പെയ്യുന്നതല്ല കേട്ടോ. നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മഴ പെയ്യണ പോലെ കേട്ടോ. അപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല. പിന്നെ ചാമ്പക്കായ ഉണ്ടായിട്ടുണ്ട്, വെള്ളച്ചാമ്പ. അപ്പോൾ ഇത് നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. ഇതിൽ കണ്ട പോലെ തന്നെ സംഭവമാണ്, വേറെ ഒന്നല്ല. എനിക്കാണെങ്കിൽ നിങ്ങളും മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കൂടുതൽ. നമുക്ക് ഈ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലല്ല കൂടുതൽ ഇടാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഗീവ് അവേ ഉണ്ടായിരുന്നു. ഒരു ഇൻഫ്ലുവൻസറിൻ്റെ മേഹ സന്തോഷ് എന്നാട്ടോ പേര്. അടിപൊളി ഇൻഫ്ലുവൻസറാണ്, നല്ല മേക്കപ്പ് വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ ആളിങ്ങനെ റിട്രോ വീഡിയോസും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ട് കാഷ്വലി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. ഞാൻ ഭയങ്കര ഇങ്ങനെ ഫോളോ ചെയ്ത് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറാണ് മേഹ സന്തോഷ്. അപ്പോൾ ആളുടെ ഞാനിങ്ങനെ ഒരു ഗീവ് അവേ ഉണ്ടായിരുന്നു. അപ്പോൾ ഗീവ് അവേ ഒരു വട്ടം തന്നെ ഭയങ്കര ട്രെൻഡും കാര്യങ്ങളൊക്കെ വന്നു. ആ ടൈമിലൊക്കെ ഞാനും ഫ്രണ്ട്സൊക്കെ ഓവറായിട്ട് ഇങ്ങനെ കുറേ പേർക്ക് ചെയ്യുമെങ്കിലും നമ്മളിങ്ങനെ തമാശ രീതിയിൽ ഞാനും ഫ്രണ്ടും കൂടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ബട്ട് ഇത് ഞാൻ ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ എപ്പോഴുള്ളൊരു ഗിവ് അവേ ആയിരുന്നു. ന്യൂ ഇയറിനായിരുന്നു കേട്ടോ അതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് എന്താ പറയുക മനസ്സറിഞ്ഞിട്ട് ഞാൻ ഇട്ട കമൻ്റ് ആയിരുന്നു. എന്താണോന്നും അറിയില്ല, ചിലപ്പോൾ റാൻഡംലി സെലക്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്തതായിരിക്കാം, എന്താണെന്നറിയില്ല. എനിക്ക് ഭാഗ്യത്തിന് ന്യൂ ഇയർ ആയിപ്പിക്കും എനിക്ക് ന്യൂ ഇയർ ഡേനെ വിന്നറിനെ അനൗൺസ് ചെയ്തു. ഞാനാണ് വിന്നർ. ഞാനപ്പോൾ ഇങ്ങനെ അമ്മോ അടിപൊളി സന്തോഷം. ഇത് നമുക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടുന്നതല്ല, നമ്മളെ ഏതൊരു സ്ട്രേഞ്ചർ എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒരു സ്ട്രേഞ്ചർ ജസ്റ്റ് ഒരു പേര് നോക്കി ഇതാക്കുമ്പോൾ ഒരു സ്ട്രേഞ്ചർ നമുക്കൊരു ഗിഫ്റ്റ് തരുന്നു പറയുമ്പോൾ, അതും ഒരു ഇൻഫ്ലുവൻസർ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസർ ഗിഫ്റ്റ് തരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സംതിങ് സ്പെഷ്യൽ അല്ലേ. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ ഇതാണ് നോക്കിയത്. പക്ഷെ തുറന്ന് ഫുൾ ഐറ്റംസോ കാര്യങ്ങളൊന്നും നോക്കിയില്ല, കാരണം ഇവിടെ വന്നപ്പോഴേക്കും ഫ്ലൈറ്റ് ഭയങ്കരമായിട്ട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല വീട്ടിലെത്തപ്പോൾ ഒരു 1 മണി, ഞങ്ങൾക്ക് 12 മണിക്കുള്ള ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് അത് 3 മണിക്കാണ് ഫ്ലൈറ്റ് ഇതായത്. അവിടെ നിന്നും ഇത്തിരി ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ മീൻസ് എയർപോർട്ടിലെത്തി അവിടെ നിന്നും കുറച്ച് പൊണ്ണൂൻ്റെ പ്രാമും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കുറേ ടൈം എടുത്തു. എന്നിട്ട് വന്നപ്പോൾ ഭയങ്കര വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 മണി 1:30 ഒക്കെ ആയിട്ട്. എന്നാലും ഞാൻ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി, എല്ലാ ഐറ്റംസും ഒന്നും നോക്കിയില്ല, സത്യസന്ധമായിട്ട് പറയാലോ. എല്ലാ ഐറ്റംസും നോക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം പൊണ്ണുഭാവി ഭയങ്കര വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവിടെ ഫുള്ള് എന്താ പറയുക AC ആണല്ലോ, ഈ ഫാനൊന്നും അവൻ കാണണില്ലല്ലോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫാൻ കിടന്ന് തിരിയണം എല്ലായിടത്തും. ആ ഹാളിൽ ഫുള്ള് ഫാൻ, അതൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അത് ഒരു ദിവസമായി, ഇന്നലെ രാത്രി വന്നപ്പോൾ പെട്ടെന്ന് ഒരു പുതിയ വീട്ടിലേക്ക്, ഇവിടെ തന്നെയായിരുന്നു പക്ഷെ എന്നാലും കുറേ നാളായില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ അവനൊരു ഇതൊക്കെ ആയിരുന്നു. പിന്നെ സെറ്റായി. അപ്പോൾ ഇപ്പോൾ അവൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതാട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പർ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നിങ്ങളുടെ പോലെ ഞാനും എക്സൈറ്റഡ് ആയിട്ടോ. ജസ്റ്റ് ഒന്നും ഇങ്ങനെ നോക്കിയിട്ടില്ല, എല്ലാവരും നോക്കിയിട്ടില്ല സത്യമായിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് നോക്കാവേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എന്തിനാ നാട്ടിലേക്ക് ഇല്ലാതെ സർപ്രൈസ് ആണെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഹാമ്പർ ഐറ്റംസ്. അപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്, നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആട്ടോ എനിക്ക് കിട്ടിയേക്കണേ. നല്ല രസമുണ്ട്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറില്ല, എന്നാലും നമുക്കിനി വല്ല ഹാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ സംഭവം എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചില്ല.
ബട്ട് എനിക്കിത് എന്ത് ഇഷ്ടമാണെന്നറിയോ, എനിക്കിത് കാണാൻ ഇപ്പോൾ ആൾക്കാർ വല്ല നല്ല ക്യൂട്ട് വീഡിയോസിലൊക്കെ ഓരോ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ ഇടണം കാണുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സംഭവം. ബട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ അതങ്ങനെ പോകുമ്പോൾ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് ഒരു ഹെയർ ബോ വിത്ത് ഇങ്ങനത്തെ ഒരു ക്ലിപ്പാട്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഹെയർ ബോ കിട്ടുകയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ക്യൂട്ടായിട്ടില്ലേ, നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേ ഒരു ഐ ഷാഡോ പാലറ്റ് ആട്ടോ. ഇത് നൈക്കയുടെ ആണ്. അതെ 4 കളേഴ്സുള്ള ഒരു, നിങ്ങൾക്ക് കാണുന്നില്ലേ, ഒരു ഐ ഷാഡോ പാലറ്റാണ്. നന്നായിട്ടുണ്ട്. കളേഴ്സൊക്കെ ചില കളേഴ്സൊന്നും എനിക്ക് ഇല്ലാത്തതാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ കുറേ കളറിൽ എപ്പോഴും യൂസ് ചെയ്യില്ല. ആകെ ഉള്ളതിൽ ഒരു 2 ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ എന്തായാലും എനിക്ക് ഇത് മതി, കൊണ്ടുപോകാനും പോക്കറ്റ് ഫ്രണ്ട്ലിയുമാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചിരിച്ചതാട്ടോ, പൊണ്ണൂനെ കളിപ്പിക്കുന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിയത് ഇത് നൈക്കയുടെ മാറ്റ് ടു ലാസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ. ഒരു ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല, നല്ല ഷെയ്ഡാന്ന് തോന്നി, ഈ കളറാന്ന് തോന്നുന്നു. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അയ്യോ, ആദ്യം തന്നെ ഞാൻ നശിപ്പിച്ചു എന്ന് തോന്നുന്നു. ഇങ്ങനെ തുറക്കണം, ഇത് തുറക്കാനും കൂടി അറിയില്ല, കാരണം ഈ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ തന്നെ അറിയണതില്ല നമുക്ക്. അപ്പോൾ അത് ഇതാട്ടോ, ഷെയ്ഡ് നല്ല ഷെയ്ഡാന്ന് തോന്നുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ട് കാട്ടിത്തരാം കേട്ടോ. ഇതിൽ ലിപ്സ്റ്റിക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കാണിക്കണമെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ട്, ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഷെയ്ഡാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എപ്പോൾ നോക്കിയാലും റെഡും പിന്നെ ഇത്തിരി ഓറഞ്ചിഷും, ഇപ്പോൾ ഭയങ്കര റെഡ് എനിക്ക് ഇഷ്ടമില്ല. ഇതിപ്പോൾ ഇത്തിരി പിങ്ക് റെഡ് പിന്നെ ബ്രൗൺ കുറേ നാളെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. എനിക്കിത് ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ കാട്ടിത്തരാം കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിരിക്കണത് ഇതേ എന്താണിത്, ഒരു പ്ലമ്മിൻ്റെ ബോഡി ലവിൻ വാനില കാരമലോ ബോഡി ലോഷൻ വിത്ത് കൊക്കോ ബട്ടർ. ഒരു ബോഡി ലോഷനായിട്ട് കിട്ടിക്കണേ, എന്താ പറയുക, പ്ലമ്മിൻ്റെ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ പ്ലമ്മിൻ്റെ ബോഡി ലോഷനൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പ്ലമ്മിൻ്റെ ഒരു പ്രൊഡക്ട്സും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ചില ബ്രാൻഡ്സിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ ഒന്നും നല്ലതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി പിന്നെ കണ്ടെത്തണം, ഇത് തുറക്കാൻ പറ്റണില്ല. പക്ഷെ നല്ല മണം കേട്ടോ. ഈ വാസലിൻ്റെ ബോഡി ലോഷനില്ല, അതിൻ്റെ ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നിയത്. അതായത് വാസലിൻ്റെ ഇങ്ങനെ കോക്കോൻ്റെ സ്മെല്ലുണ്ടല്ലോ, എനിക്ക് ആ കോക്കോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതുപോലത്തെ സ്മെല്ലിന് ഇത്തിരി ഡിഫറൻസ് ഉണ്ട്, അല്ലാണ്ട് പക്ക അതുപോലെയല്ല. പിന്നെ നമുക്കിത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ച് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലുള്ളിൽ എന്തിട്ടാ നമുക്ക് നോക്കാം, എന്തായിരിക്കും? എന്തെങ്കിലും ഗസ് ഉണ്ടോ? വേറെ ഒന്നല്ല, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡർ ആട്ടോ. എനിക്ക് ഇങ്ങനത്തെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ക്യൂട്ട് പിങ്ക്. ഇപ്പോൾ തന്നെ കുറച്ച് നേരത്തെ മുന്നേ പൊണ്ണുബാബി തിരുത്ത് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇത് ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആട്ടോ, 2 എണ്ണം. നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ട്. അയ്യോ, ഞാൻ ഇതുവരെ എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ഇതുപോലെ ഇത്ര അധികം എന്താ പറയുക, ഞാൻ മേടിക്കും. അല്ലെ, ഞാനല്ലേ മേടിക്കാനും, എനിക്ക് അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിച്ച് തരാറുണ്ട് അവരെനിക്ക്. പക്ഷെ നമ്മളിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഇത്ര അധികം ഒന്നും ഹാമ്പർ ഞാൻ ഇന്നേ വരെ എനിക്ക് തന്നെ പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്യും മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്തല്ല. ഇങ്ങനെ ഇത്രയധികം ഞാൻ മേടിച്ച് വെക്കാറൊന്നുമില്ല. ബട്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. ഹാപ്പി മീന്നൊക്കെ, സോ ഹാപ്പി. പിന്നെ ദേ വേറെന്താ, ഇതൊരു പ്ലമ്മിൻ്റെ തന്നെ ഒരു പെർഫ്യൂം ആട്ടോ, ഒരു പ്ലമ്മിൻ്റെ. ഇത് വാനിലയുടെ ആണ്. ഒരു വേറെ നല്ല മണമുണ്ട്, വൃത്തിയായിട്ട മണമൊന്നുമല്ല, നല്ല ഒരു സ്മെല്ലാട്ടോ. പിന്നെ ഇത് മേരി ക്രിസ്മസ്, ഇതെന്തോ ഞാൻ തുറന്നു നോക്കിയില്ല, നമുക്ക് ലാസ്റ്റ് നോക്കുമ്പോൾ എന്തോ സർപ്രൈസിങ് ആയിട്ടുള്ള എന്തൊരു സംഭവം പോലെയുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാട്ടോ, ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു നൈക്കയുടെ ഐ കളർ പാലറ്റ് തന്നെ, വേറെ കുറച്ച് ഷെയ്ഡ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഐ ഷാഡോ പാലറ്റ് ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം യൂസ് ആക്കാറില്ല. അതിൽ ഇന്നേ വരെ ബ്ലാക്ക് കളർ ഐ ഷാഡോ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനത് മേടിച്ചിട്ടുമില്ല സത്യം പറയുകയാണെങ്കിൽ. സ്മോക്കി ഐസൊക്കെ ഞാൻ സാധാ നമ്മുടെ കാജലുണ്ടല്ലോ അത് സ്പ്രെഡ് ആക്കിയിട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവട്ടോ, കാരണം നല്ല ബ്രൗൺ കളർ ഷെയ്ഡും നമുക്ക് സ്മോക്കി ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ആളുടെ വീഡിയോസ് തന്നെ നോക്കിയിട്ട് ഓരോ ട്യൂട്ടോറിയൽസൊക്കെ കാട്ടിയിട്ട് ഞാനിതൊക്കെ വെച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. പിന്നെ
ഈ സംഭവം എൻ്റെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ബട്ട് ഏട്ടനെ കൊണ്ട് ഞാൻ വേറെ ഏതോ ബ്രാൻഡിൻ്റെ ആണ് അവിടെ മേടിച്ചത്. എന്നാലും ലക്കിലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഐലൈനർ എന്നെ കിട്ടിയിട്ടോ. മതി മെബിലിൻ്റെ ഐലൈനർ അടിപൊളി കേട്ടോ. ഇപ്പം എഴുതിയിട്ടുള്ളത് അതാണ്, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മെബിലിൻ്റെ ഈ ഐലൈനർ. അതുമാത്രമല്ല എനിക്ക് അതിൻ്റെ ഒപ്പം ഏറ്റവും ഇഷ്ടമുള്ളതും തന്നെയാണ് ഈ മെബിലിൻ്റെ കൊളോസിയൽ എന്താ പറയുക വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത്. ഇത് ഞാൻ ആർച്ചീസിന് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്തത് എൻ്റെ മേക്കപ്പ് കിറ്റ് ഇവിടെ എടുക്കേണ്ടത്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യണത് വേറെ ഇതിലില്ലാന്ന് തോന്നുന്നത്. പക്ഷെ ആർച്ചീസിനൊന്നും അതും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയതാണ്. ഇത് ഞാൻ മെബിലിൻ ന്യൂയോർക്ക് കൊളോസിയൽ 100%. അപ്പൊ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഇത് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഇവിടെ കണ്ടത്. ഇത് കണ്ടത് നിങ്ങളൊന്നും വിചാരിക്കുന്നത് പിമ്പിളുടെ സംഭവം തേച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ഒരു പിമ്പിളിനാ തേക്കുമ്പോഴേക്കും എനിക്ക് അപ്പം തന്നെ പിമ്പിൾസ് പോവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തേച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ ഒരു പാച്ച് പോലെ തോന്നുന്നത്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇവൾക്ക് മേക്കപ്പ് ഇടാറിയില്ല, വലിയ മീൻസ് വലിയ പ്രൊഫഷണൽ ഒന്നല്ല, എന്നാലും ഇത് പിമ്പിളിൻ്റെ കേട്ടോ. അപ്പം ഞാൻ ഇതേ സംഭവം നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഇതാട്ടോ എൻ്റെ കയ്യിലുള്ള കൊളോസിയൽ. ഞാനിപ്പോൾ കൊളോസിയലിൻ്റെ അല്ല അമ്മേ മോള് കണ്ടപ്പോൾ സത്യം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പം ഞാനും വിചാരിക്കണേ ഞാനും എന്താ പറയുക ആൾക്കൊരു പെർട്ടിക്കുലർ എത്രയോ സബ്ബായിപ്പ് 50K സബ്ബായിപ്പാണ് ആൾ ചെയ്തത്. അത് ഇൻസ്റ്റയിലാട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഞാനും യൂട്യൂബിൽ എനിക്കൊരു 50K അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കും ഇതുപോലെ ഒരു ഗിവ് അവേ ചെയ്യണമെന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കും ഒരു സന്തോഷമാകുമ്പോൾ ഇപ്പം എനിക്ക് എന്തോരം സന്തോഷമായെന്നറിയോ. ഞാൻ ഇപ്പോൾ ഇതായിപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്കിത് കിട്ടിയതിന് വേറൊരു പണിയും ചെയ്യേണ്ട, വെറുതെ ഇരിക്കാന്നല്ല. എനിക്കിത് കണ്ടപ്പോൾ എനിക്കും ഇനി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കും ഇതുപോലൊരു ഗിവ് അവേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം നമുക്കും ഇപ്പോൾ 19K ആയിക്കണേ, ഇനിയിപ്പോൾ 20 ആവും. നമുക്കൊരു 50K ആകുമ്പോൾ നമുക്കും മീൻസ് നല്ല രീതിയിലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ 50K സബ് ആകുമ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ഒരു ഫാമിലി സെറ്റ് ആവുകയാണെങ്കിൽ നമുക്കൊരു ഗിവ് അവേ ട്രൈ ചെയ്യാം കേട്ടോ. ഗിവ് അവേ ചെയ്യാം കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾക്കും സന്തോഷമാവട്ടെ. അപ്പം എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ നമുക്കിത് കിട്ടിയപ്പോൾ. അതുപോലെ എനിക്കും ആർക്കെങ്കിലുംക്കും ഒരു മീൻസ് സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതും എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. സത്യമായിട്ട് ഞാൻ ആളെനിക്ക് ഇൻബോക്സിലൊക്കെ മെസ്സേജൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര സ്വീറ്റ് പേഴ്സണാണ്. അപ്പോൾ സംഭവങ്ങളൊന്നും തീർന്നിട്ടില്ല. ഇനിയും കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എത്രയധികം എന്തോരം ഐറ്റംസ് ആണെന്ന് നോക്കുക അയച്ച് തന്നിക്കണേ. പിന്നെ കുറച്ച് നമുക്ക് എന്താ പറയുക ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു പാക്കാട്ടോ. ഇതിപ്പോൾ ക്ലിനിക് പണ്ട് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ ദുബായിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്രാൻഡിൻ്റെ ക്ലിനിക് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയണേ. ഇതിൻ്റെ എന്താ അത് മോയ്സ്ചർ സർച്ച് ഓട്ടോ റിപ്ലനിഷിംഗ് ഹൈഡ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു മോയ്സ്ചറൈസറിൻ്റെ ജസ്റ്റ് ഒരു സാമ്പിളാണ്. നമുക്കിത് ട്രൈ ചെയ്തിട്ട് നമുക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനത്തെ സാമ്പിൾസ് നമുക്ക് കിട്ടുന്ന നല്ലതാട്ടോ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വീടിനൊക്കെ എന്ത് ഡിസ്ട്രാക്ഷൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ടിപ്പോൾ വരാവേ. അപ്പം ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ നമുക്ക് സാമ്പിൾസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ അത് തേച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വല്ല പിമ്പിൾസോ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല നമുക്ക് അപ്പോൾ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ എന്തിനാണ് ഇത്രയും വില കൊടുത്തിട്ട് ഈ ചില ബ്രാൻഡ്സിനൊക്കെ ഭയങ്കര വില കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനൊരു സംഭവം മേടിച്ചിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളായിരുന്നു. അത് എനിക്ക് ഒട്ടും വർക്ക് ചെയ്തില്ല. അതൊരു വിറ്റമിൻ സി സിറമാണ്. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആളുടെ ഓൾറെഡി ഡ്രൈ സ്കിന്നാണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്കത് ഒട്ടും വർക്കായില്ല. വെറുതെ പൈസ പോയത് മെച്ചം പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നു. വെറുതെ ഞാൻ യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്നാലും ഞാൻ അതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ആൾക്കത് യൂസ് ചെയ്തിട്ട് വീണ്ടും അതിനെ കുറിച്ചിട്ട് തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം. ബട്ട് എനിക്കത് വർക്ക് ആവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇതിപ്പോൾ എനിക്ക് വർക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇതുപോലെ നമുക്ക് സാഷ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ സാമ്പിളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയല്ലേ. പിന്നെ അതാട്ടോ ഒരു സാഷ് അങ്ങനത്തെ കിട്ടിയേക്കണേ. പിന്നെ എനിക്ക് കിട്ടിയേക്കണത് അതും കുറച്ച് സാഷയുടെ കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഇതെന്താ, ഇത് ഗ്ലോവിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൂഡ ബ്യൂട്ടിയുടെ ഒരു ഡീപ്പ് ടാൻ മൾട്ടി ഡ്യൂ സ്കിൻ ടിൻ്റ് ആട്ടോ. സ്കിന്നിൻ്റെ ഇങ്ങനെ
സ്കിൻ ടിൻറ്റേക്ക് തോന്നുന്നു ഇത് നമ്മളെ ബ്ലഷ് പോലത്തെ ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. സ്കിൻ ടിൻ്റാണ്, ബ്ലഷ് ആണോ ചിലപ്പോൾ ഈ ഞാൻ ചില ഇതാക്കുമ്പോൾ ഇനി ഫൗണ്ടേഷനിൽ ടിൻറ്റുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ. അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ വിവരവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ ടിൻറ്റ് എന്തോ ഒരു സംഭവം എനിക്ക് മനസ്സിലായവർ പറയൂട്ടോ. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി, അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, വേറൊരു സംഭവം കിട്ടിയപ്പോൾ മനസ്സിലായി എന്നൊക്കെ ഇല്ല. ഇത് മീഡിയം മൾട്ടി ഡ്യൂസ് സ്കിൻ ടിൻ്റെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഫേസിൽ അപ്ലൈ ചെയ്യണതാണോ അതോ ജസ്റ്റ് ഇവിടെ മാത്രം അപ്ലൈ ചെയ്യുന്നതാണോ, നമ്മൾ ചീക്കിലൊക്കെ അറിയില്ല കേട്ടോ. അറിയണവർ പറഞ്ഞോളൂ. ഇത് ഗ്ലോവിഷ് ബൈ ഹൂഡ ബ്യൂട്ടിയുടെ മീഡിയം മൾട്ടി ഡ്യൂ സ്കിൻ ടിൻറ്റ് ഫ്ലൂട്ട് ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് 2 ഷെയ്ഡ്സിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരെണ്ണം കൂടി നമുക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ക്ലിനിക്കിൻ്റെ. എൻ്റെ ദൈവമേ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ മേരെയൊക്കെ സൂക്ഷിച്ച് നോക്കളെ കിട്ടണതൊക്കെ എടുത്ത് കാട്ടിത്തരാം. 3 സ്കിൻ ടോണിലാട്ടോ വരണം. പറഞ്ഞാൽ ഡാർക്ക് സ്കിൻ ടോൺ, പറഞ്ഞാൽ മീഡിയം സ്കിൻ ടോൺ, ഒന്ന് ലൈറ്റ്. എൻ്റെ മീഡിയം സ്കിൻ ടോണാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണ ടിൻറ്റാന്ന് തോന്നുന്നു. ഇവിടെ മാത്രം എനിക്കിപ്പോഴാണ് മനസ്സിലായി ഈ 3 ടിൻറ്റും ഇവിടെ മാത്രം എന്തിനാണ് ഇത്രയും ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഹൂഡ ബ്യൂട്ടിയുടെ എന്തോ ടിൻറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആട്ടോ. മോയ്സ്ചറൈസർ ഒന്നല്ല, ഒരു സ്കിൻ ടിൻറ്റ്. എനിക്ക് തോന്നുന്നു ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യാനുള്ള ടിൻറ്റാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ വല്ല മണ്ടത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിക്കണത്. 3 ഷെയ്ഡിലാണുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഷെയ്ഡാവും കൂടുതൽ സ്യൂട്ടാവുക. നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാ ഐറ്റംസ് ഇതിലുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ എന്തൊക്കെയാണ്. അപ്പോൾ വിറ്റായിരിക്കും എന്തായാലും, എന്നാലും നമുക്ക് നോക്കാം. പിന്നെയും ഞാൻ പറഞ്ഞ പോലെ ഐറ്റംസ് കഴിഞ്ഞിട്ടില്ല, വേറെ കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പ്ലമ്മിൻ്റെ ബോഡി വാഷ് ഉണ്ട്, വാനില വൈബ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് സ്മെല്ലൊന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ല സ്മെല്ലാട്ടോ. ഇതും കൊക്കോ വാനില എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊക്കോടെ മണം കേട്ടോ കിട്ടണം. കൊക്കോ ടൈപ്പ് മണം എനിക്ക് ഇഷ്ടമായിട്ടോ. അത് കുഞ്ഞു സംഭവം സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടണം നല്ലതാട്ടോ. കാരണം നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ വലിയ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചാൽ മതി. ഇങ്ങനെ കുറേ എണ്ണം ഈ ഇറക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ചില പ്രൊഡക്ട്സൊക്കെ എന്ത് എക്സ്പെൻസീവ് ആണെന്നറിയോ. ബട്ട് നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ആക്സിസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഞാനൊരു കൊറിയൻ സ്കിൻ കെയർ, അതിനൊക്കെ നല്ല റേറ്റാണ്. അതിനൊക്കെ ചെറുതൊക്കെ ചിലപ്പോൾ കിട്ടിയിരിക്കും. ബട്ട് ഞാൻ നോക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല, വലുത് തന്നെ കിട്ടാറ്. അതിനൊക്കെ ചെറുത് സാമ്പിൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മേടിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ കാറ്റും ആട്ടോ, അവിടെ ഫുൾ കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള നെയിൽ ആക്സസറീസ് ആട്ടോ കിട്ടിയേക്കണേ. 3D ഡിസൈനുള്ളത്. എന്ത് ക്യൂട്ടാട്ടോ ഇതൊക്കെ. ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഉണ്ടാക്കും ഒക്കെ വെട്ടിയേക്കാട്ടോ കേട്ടോ. ഫുള്ള് പൊണ്ണൂനെ ഞാൻ തന്നെ മാന്തിയിട്ടൊക്കെ വെട്ടി കളഞ്ഞേക്കാണ്. അപ്പോൾ ഇത് നോക്കിയേ, നല്ല രസമല്ലേ, ക്യൂട്ടായിട്ട്. ഇതിപ്പോൾ ഒരെണ്ണമല്ല, കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, സ്റ്റാർസിൻ്റെ നെയിൽ ആക്സസറി 3D ഡിസൈൻ. നമുക്കിങ്ങനെ നെയിൽ പോളിഷിൻ്റെ മീൻസ് എനിക്ക് തോന്നുന്നത് ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഇരുന്നോളും. എന്ത് രസാലെ, ക്യൂട്ടായിട്ടുള്ള എനിക്കിങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് പറയും. ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പൊന്നൂനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും കുറേ ടോയ്സൊക്കെ ഞാൻ എനിക്കും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാറുണ്ട് കേട്ടോ. ചെറിയ മനസ്സാണ് എൻ്റെ ഇപ്പോഴും. അപ്പോൾ അത് കണ്ടോ, നല്ല രസമല്ലേ, നല്ല ഇഷ്ടമായിട്ടോ, ക്യൂട്ടായിട്ടുണ്ട്, എന്ത് രസം. അപ്പം അങ്ങനെ ക്വിക്ക് ആൻഡ് ഈസി ടു അപ്ലൈ, സേഫ് ആൻഡ് നോൺ ടോക്സിക് ആണ്. ഇതെങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത മീൻസ് ഞാൻ പറഞ്ഞില്ല എല്ലാം യൂസ് ചെയ്യണ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ വെറുതെ ഇനിയിപ്പോൾ ബോറടിപ്പിക്കണില്ല. പിന്നെ നമുക്കിത് വേറെ കിട്ടിയേക്കുന്നത്, ഞാൻ സത്യം പറയാലോ, ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ഇപ്പോൾ ഇങ്ങനെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഐ ഷാഡോ ഞാൻ കൈ കൊണ്ടാണ് ചെയ്യാറ്. എനിക്ക് എപ്പോഴും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ബ്രഷ് കൊണ്ട്. ഇനി ബ്രഷ് മേടിക്കണോ, ഇനി അതിന് വേറെ മീൻസ് മേടിക്കുമ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഐറ്റംസൊക്കെ ഞാൻ എപ്പോൾ മേടിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം എന്താ പറയുക ഇത്തിരി തീരെ ലോക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് മേടിക്കാറില്ല. കാരണം ഈ ലിപ്സ്റ്റിക് ആണെങ്കിലും ഇപ്പോൾ വേറെ സംഭവങ്ങളൊക്കെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യണതല്ലേ, ചിലപ്പോൾ ഇനി ക്വാളിറ്റി എന്തെങ്കിലും കുറഞ്ഞിട്ട് ഇനി പണി കിട്ടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും എന്താ പറയുക
ഐ ഷാഡോ ഒന്നും ഭയങ്കര വിലയിടൊന്നും ചെയ്യാറില്ല, കാരണം ഇവിടെ ജസ്റ്റ് ഒരു ഗ്ലിറ്റർ പോലെയല്ലേ. അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യാതൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് കുറേ ഒന്നും ഇല്ലെങ്കിലും ഞാൻ കുറച്ചൊക്കെ സ്കിൻ കെയർ ഒക്കെ ഞാൻ അത്യാവശ്യം നല്ലതും അല്ലെങ്കിൽ അത്യാവശ്യം അറിയണതൊക്കെ ആട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ അതൊക്കെ മേടിക്കുന്നത് ബ്രഷിന് ഇനി വേറെ പൈസ കളയണ്ടാന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിക്കാറില്ല. മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, മേടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇടയിൽ കട്ട് ചെയ്യണത് ഓരോ അമ്മ ഇങ്ങോട്ട് വരലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് BH കോസ്മെറ്റിക്സ് എനിക്ക് അറിയില്ല, ഇതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ബട്ട് ഇനി തൊട്ടിട്ട് നമ്മൾ സ്കിൽഡായിട്ട് എന്താ പറയുക ഐ ഷാഡോ ഒക്കെ ഇടുന്നതായിരിക്കും. ഞാനപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക ബ്രഷൊന്നും ഇതുവരെയായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ബ്രഷ് ഇട്ടിട്ട് എനിക്ക് യൂസ് ചെയ്യാനും അറിയില്ല കേട്ടോ. ഇങ്ങനെ ഇനി ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്യൂട്ടോറിയലൊക്കെ ഇതായിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം എന്താ പറയുക എൻ്റെ മേക്കപ്പ് കിറ്റ് ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കുറേ പ്രാവശ്യം മാറ്റും കേട്ടോ. എന്തൊരു രോഗം പോലെയാന്നൊക്കെ. പിന്നെ ഇതും വേറെ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ഇടാനൊന്നും എനിക്കറിയില്ല ഓരോ ബ്രഷിൻ്റെ പ്രത്യേകത. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഇടാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ബ്രഷൊക്കെ മേടിക്കുന്നതൊക്കെ കൊള്ളാം, ബട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും എവിടത്തെ ആണെങ്കിലും ഈ ബ്യൂട്ടി ബ്ലെൻഡർ പോലെ തന്നെ ഇതും എൻ്റെ മുടി ഭയങ്കര കാറ്റിട്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ പോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യാൻ നമ്മൾ പരമാവധി നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളും. ഇപ്പോൾ പിമ്പിൾസ് ഒന്നും വരാത്തവരും വലിയ മൈൻഡൊന്നും ചെയ്യണ്ട. ബട്ട് എനിക്കൊക്കെ വേഗം ഇങ്ങനെ ഇത് വരും, യൂസ് ചെയ്ത് തന്നെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ ബ്രഷസൊക്കെ യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുക. അതിന് ഏറ്റവും ബെറ്ററാണ് കൈ കൊണ്ട് ഇതാക്കണത് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി പെർഫെക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബ്രഷസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു കട്ടറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക കാജളും ഏതൊരു ഐറ്റത്തിന് എനിക്ക് തോന്നുന്നു ഇല്ല, എന്തായാലും എനിക്കിത് എപ്പോഴും യൂസ്ഫുള്ളാണ്. ഞാൻ ഏതൊരു റെനയുടെ നമുക്ക് അതിൽ കാജൽ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം കൂടി. ഈ സംഭവം ശരിക്കും എപ്പോഴും വേണം. നമ്മൾ ഈ ലിപ് ലൈനറൊക്കെ ചില സമയത്ത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചില കാജൽസ് ഞാനിപ്പോൾ ഷാർപ്പ് ചെയ്യണ ടൈപ്പ് കാജൽസ് യൂസ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മറ്റേത് ഒടിഞ്ഞു പോലും. ഈ ഷാർപ്പ് ചെയ്യണത് ഇത്തിരി കൂടി നല്ലതാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കണേ കേട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്താ തോന്നിയേണ്ടത് നിങ്ങളും അഭിപ്രായം പറയാം. അപ്പോൾ ഈ ലിപ് ലൈനേഴ്സൊക്കെ ചില സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തുമ്പ് പോലും ഉണ്ടാവില്ല ഇടാൻ വേണ്ടിയിട്ട്. പോകാൻ നിൽക്കുന്ന സമയത്ത് കാണില്ല. അപ്പോൾ ഉള്ളത് തന്നെ വെച്ചിട്ടൊക്കെ നമ്മളിത് ചെയ്യാറ്. അപ്പോൾ ഇതെപ്പോഴും നമ്മളെ മേക്കപ്പ് പൗച്ചിൽ ഒരു ചെറിയ ഷാർപ്പ്നർ ഉള്ളത് നല്ലതാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. താങ്ക്സ് കേട്ടോ. എന്തോരം ഐറ്റംസ് ആടോ. പിന്നെന്താ ഭയങ്കര സന്തോഷമായിട്ടോ. എന്തോരം ഐറ്റംസ്. ഇതിപ്പോൾ ഒരു ഐറ്റം ആണെങ്കിലും 2 ഐറ്റം ആണെങ്കിലും നമ്മൾ എന്താ പറയുക ഹാപ്പി ആയി. നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ വെച്ച് ഫുൾ മേക്കപ്പൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് എൽഫിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ലിഫ്റ്റ് ബ്രോ പെൻസിലാട്ടോ. ഒരു ബ്രോ പെൻസിലാണ്. ഇതൊന്നും എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാട്ടിത്തരണം. അത് വേറെ വീഡിയോയിൽ ഞാൻ ചെയ്തത്, വേറെ വീഡിയോയിൽ കാട്ടിത്തരാം. ഒരു ബ്രോ പെൻസിലാണ്. ഞാൻ പറഞ്ഞില്ല ഇനി ഈ ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ വേറെ കാട്ടിത്തരാവേ. പിന്നെ ഇതെന്താ സ്റ്റേസിൻ്റെ 929 ലവ് ട്രയാങ്കിൾ 3-in-1 ലിപ്സ്റ്റിക്ക്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടുന്നില്ല, കാട്ടിത്തരാം. ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചിലർ ഈ ബ്ലഷ് വിത്ത് ഐശ്വര്യ ബ്ലഷ് വിത്ത് ആഷിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ വീഡിയോ ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ എനിക്കങ്ങനെ ഒരെണ്ണത്തിൽ 3 യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ബട്ട് നമുക്ക് നോക്കാം. ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. എനിക്കിത് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ 3 ഷെയ്ഡായിരിക്കും തോന്നുന്നു. ഇനി ഇത് തുറന്ന് വരുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും തോന്നുന്നു. ഞാൻ അവരുടെ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ കേട്ടോ കണ്ടേക്കണേ. വേണ്ട, ഞാനത് നശിപ്പിക്കണില്ല. എനിക്കത് തുറക്കാൻ. അപ്പോൾ ഇതാട്ടോ ഞാൻ തുറന്നു കെയർഫുള്ളായിട്ട്. ലവ് ട്രയാങ്കിൾ 3-in-1 ലിപ്സ്റ്റിക് 12 hours. ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറൊരു വീഡിയോയിൽ കാട്ടിത്തരട്ടോ. 3 കളേഴ്സ് ആയിട്ട് ചിലപ്പോൾ ഇവിടെ ഒരു കളർ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു വേറെ 3rd കളർ ഞാൻ കാണണില്ല കേട്ടോ. 2 കളറാണ് കണ്ടേക്കണേ. ഇത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക്
എനിക്കിഷ്ടമായി. ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ആവാറെന്നൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇത് ചെയ്തിട്ട് നമുക്ക് ഇടാം കേട്ടോ വീഡിയോ. പിന്നെ നമുക്ക് കിട്ടിയിരിക്കണത് ഇതെന്താ, ഓൺ ഫ്ലീക്ക് നല്ല ജെറ്റ് സെറ്റ് മാറ്റ്. ഇതും ഒരു ലിപ്സ്റ്റിക് ആട്ടോ. കുറേ നാളെ ഞാൻ പറഞ്ഞില്ലേ ആ കളറും ഈ അടിപൊളി. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റാൻഡ് സെറ്റപ്പ് ചെയ്യുന്നത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുകയാണെങ്കിൽ അടിപൊളിയാട്ടോ, സൂപ്പറായിട്ട്. ചെണ്ടയുടെ മേലൊക്കെയാണ് വെച്ചാണ് എന്താ പറയുക, റിംഗ് ലൈറ്റ് അപ്പുറത്താട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് കാണാൻ. അപ്പോൾ ഈ ഷെയ്ഡും ഇതൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്, ഇത്രയും കൂടി ബ്രൗണിഷ് ആയിട്ടാണെങ്കിൽ തോന്നുന്നത്. എനിക്ക് പക്ഷേ ഇഷ്ടമായിട്ടോ, എനിക്ക് ഈ കളർ നല്ല ചേരും തോന്നുന്നു. ഇതും എനിക്ക് ഇഷ്ടമായി. നോക്കട്ടെ കേട്ടോ എങ്ങനെയാന്ന്. ഇതെങ്ങനെയാവും തുറക്കാം, ആരും തുറക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. ലിക്വിഡ് ആയിട്ടുള്ളതാട്ടോ ഇതെനിക്ക്. സത്യം പറയുകയാണെങ്കിൽ ഡാർക്ക് കളർ ഷെയ്ഡ് ഔട്ടർ ലൈൻ ഇട്ടിട്ട് വേണം ഉള്ളിലിടാം. ഇത് ഭയങ്കര പെയിലായിട്ടുള്ളൊരു കളറായിട്ടാട്ടോ തോന്നിയാണ്. എന്താ പറയുക, ഓൺ ഫ്ലീക്കിൻ്റെ ഈ ഷെയ്ഡ്, അതായത് ഭയങ്കര എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കളറ് ഞാൻ കാട്ടിത്തരാവേ. ഞാൻ ഇപ്പോൾ മേക്കപ്പ് പൗച്ചിൻ്റെ ഉള്ളിൽ വേറെ പൗച്ച് ലിപ്സ്റ്റിക്കിന് വേണ്ടി മാത്രം എടുത്ത് വെച്ചേക്കാട്ടോ. ഈ ഷെയ്ഡും ഏകദേശം ഇതിനെക്കാട്ടി ഇത്തിരി കൂടി ലൈറ്റർ കളറാണത്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോയിൽ പുറത്തിറങ്ങുമ്പോൾ ഈ രസമില്ല. എനിക്ക് ഇത്രയും ഭയങ്കര പെയിലായിട്ടുള്ള കളർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ കണ്ടപ്പോൾ തോന്നുന്നു ഭയങ്കര ഇഷ്ടമായ പോലെ. ഇനി ആ ഷെയ്ഡിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊണ്ടാണോ എന്നറിയില്ല. ഇതാകുമ്പോൾ മേലെ നമ്മൾ ഈ ഷെയ്ഡ് ഞാൻ വീഡിയോയിൽ കാട്ടിത്തരാം കേട്ടോ. ഇത്തിരി ഡാർക്ക്, അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഭയങ്കര ലൈറ്റ് ലിപ്സ്റ്റിക്ക് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഡാർക്കായിട്ട് നമ്മൾ ചുറ്റും എന്താ പറയുക ഇത് യൂസ് ചെയ്യുക. ലിപ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് എക്സൈറ്റഡ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം എക്സൈറ്റഡ് ആട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും കൂടിയിട്ട് ഫുൾ കണ്ടിട്ടില്ല. അതിന് മുന്നേ ഞാൻ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തുന്നാലും പോലും എനിക്ക് കാട്ടി കൊടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഇതെന്താവോ നല്ല രസം. എനിക്ക് ഇങ്ങനത്തൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ. എക്സ്ഫോളിയേറ്റ് ഇന്നേ വരെ നല്ല എക്സ്ഫോളിയേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തില്ല. വൈൽഡ് പീച്ചസിൻ്റെ എക്സ്ഫോലിയേറ്റ് റിലാക്സ് റിജുവിനേറ്റ് എന്ന് പറഞ്ഞിട്ട് വാനില. എൻ്റെ അമ്മോ, ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടപ്പോൾ മേത്ത് സ്ക്രബ് ചെയ്യണ സ്ക്രബാന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ നോക്കി കണ്ടത്. ബട്ട് ഈ ഒരു വാക്ക് കണ്ടപ്പോൾ അയ്യോ എനിക്ക് ഇനി വേറെ ഒന്നും ഇല്ല. അയ്യോ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടോ അറിയുമോ എന്ന് എനിക്കറിയില്ല. ലിപ്സ്റ്റിക്കിനെക്കാട്ടും ലിപ് ബാം പ്രാന്തിയാണ് ഞാൻ. വീട്ടിൽ ഞാൻ എവിടെ ഷോപ്പിങ്ങിന് പോയാലും ലിപ് ബാം വേണം. ലിപ് ബാം ഇപ്പോൾ ഉണ്ടാവും, 2-3 ഉണ്ടെങ്കിലും എനിക്ക് ലിപ് ബാം വേണം. അതുപോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലിപ് ബാം മേടിച്ചിട്ട് ഷോപ്പിംഗ് കാർട്ടിൽ ഇട്ടിട്ട് കാറിൽ അത് ഇടണേന സമയത്ത് ആ ലിപ് ബാം മിസ്സായി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ കാട്ടി, എൻ്റെ ലിപ് ബാം കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഏട്ടനാണെങ്കിൽ വീട്ടുകാർക്ക് പറയാൻ ഭയങ്കര പ്രാന്താട്ടോ. ലിപ് ബാം പ്രാന്തിയാണ്. ഇത് വേറെ ഒന്നല്ല, ലിപ് സ്ക്രബാട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ലിപ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുന്നേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ലിപ് സ്ക്രബ് മേടിച്ചിട്ടുള്ളത് നമ്മളുടെ സ്റ്റുഡിയോന്നൊരു ലിപ് സ്ക്രബ് പ്ലസ് ലിപ് ബാം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എഫക്റ്റീവ് അല്ല. ഇത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ദ വൈൽഡ് പീച്ചസിൻ്റെ ലിപ് വാനില സ്ക്രബ്. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്യാട്ടോ. ഇത് പക്ഷേ കണ്ടെയ്നർ ഇതാട്ടോ, എന്ത് ചില്ല് കണ്ടെയ്നർ ആട്ടോ. ഇനി അടുത്ത ഐറ്റം നോക്കാം. വേറെ ഒന്നല്ല, ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഫേസ് വാഷാണ്. ഇരുന്ന് വയ്യാണ്ടെന്ന് പറയില്ലേ. ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു പ്രൊഡക്ട്സും ഡോട്ട് ആൻഡ് കീയുടെ പ്ലമ്മിൻ്റെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഡോട്ട് ആൻഡ് കീ, എനിക്ക് പ്ലമ്മിൻ്റെ ഞാൻ പ്ലമ്മിൻ്റെ എൻ്റെ കസിൻ ചേച്ചി പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നയാസിനുമായിട്ടുള്ള സംഭവം അടിപൊളിയാണ്, ആളുടെ സ്കിന്നിലൊന്ന് വർക്ക് ചെയ്തു. അപ്പോൾ നാട്ടിൽ വന്നിട്ടൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഫേസിലിപ്പോൾ പിമ്പിൾസ് ഫുൾ പോയി, ആകെ ഡാർക്ക് സ്പോട്ട്സ് ആണ്. അതൊന്നും കൂടി ചോദിക്കണം. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പ്ലമ്മിൻ്റെ നമുക്ക് കിട്ടി ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോട്ട് ആൻഡ് കീയുടെ എനിക്ക് അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഒരെണ്ണം ഈ കളറിലുള്ളത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അത്. അപ്പം അതിന് പകരം നമുക്ക് ഫേസ് വാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണെങ്കിൽ നമുക്ക് ഇനി ഇത് യൂസ് ചെയ്ത് നോക്കാം. ചെറിയ മിനിയേച്ചർ കിട്ടിയത് നന്നായി എന്തായാലും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ഇതാക്കാം കേട്ടോ.
ഇനി സസ്പെൻസ് ഞാൻ പൊളിക്കാണ്. എനിക്കറിയില്ല സസ്പെൻസ് ആണോ എന്താണോന്ന്. ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞു, ഫുൾ അല്ല എല്ലാം കഴിഞ്ഞിട്ടില്ല, വേറെ എന്തോ കൂടെ ഉണ്ട്. അണ്ടർ ഐ പാച്ച് ഞാൻ ഓൾറെഡി കാട്ടി തന്നില്ല, അത് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഇല്ല, അതില്ല. അപ്പം നമ്മളുടെ എല്ലാം കഴിഞ്ഞു. ആ ലാസ്റ്റത്തെ സംഭവം കൂടി ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇത് ഇത്തിരി താഴ്ത്തി വെച്ചു കേട്ടോ. അപ്പോൾ ദേ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫുൾ ഐറ്റംസ്. ഇനി ഇത് ഇതെന്താന്ന് എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു സോപ്പ് എന്താന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ ഇങ്ങനത്തെ എന്തൊരു ഐറ്റത്തിൽ സോപ്പ് കിട്ടിയിട്ട് മേരി ക്രിസ്മസിന് എഴുതിയിട്ടുണ്ട്. കാൻഡിൽ ഫോറസ്റ്റ് കഫേ. സത്യം പറയാലോ എനിക്ക് ഭയങ്കര ബുദ്ധി കൂടുതലായതുകൊണ്ട് ആദ്യം വായിച്ചത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ അതിനെ കൊല്ലെടുത്ത് കാൻഡിൽ ഫ്രോസ്റ്റ് കേക്ക് എന്നാണ് വായിച്ചത്. കഫേ എന്നാട്ടെ ഇതാണ് എനിക്ക് തോന്നുന്നു. യെസ്, എന്തായിരിക്കും എൻ്റെ ബുദ്ധി വിമാനം തന്നെ. ഇത്രയും ബുദ്ധിയുള്ള ഒരാളെ യൂട്യൂബറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, ഞാനത് അപ്പോഴും കാൻഡിൽ ഫ്രോസ്റ്റ് എന്ന് കേട്ടിട്ടും എൻ്റെ വിചാരം അത് സോപ്പാണ്. ഒരു വിവരം കാൻഡിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മെഴുകുതിരിയാണ് കണ്ട ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കാൻഡിലാട്ടോ. സ്മെൽ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഒരെണ്ണം എനിക്കുണ്ട് ശരിക്കും ഇങ്ങനൊരു ബോക്സിലായിട്ട്. ഇതൊക്കെ അറിയില്ല, മെൽറ്റ് ആയിട്ടില്ല എന്തൊക്കെ ബേണിങ് ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ടു പ്രിവെൻറ്റ് ഫയർ. ഒരു ലെവലിൽ വെച്ചിട്ട് കത്തിക്കാൻ പാടുള്ളൂ. ഓവർ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ടോ മോർ ദാൻ 4 hours ഒന്നും കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമായിരുന്നു, നല്ല രസമില്ല, ക്യൂട്ട്. ആ ക്യാൻഡിൽ ക്യൂട്ടല്ല, ബട്ട് അതിനും മണമുണ്ട്. അതിൻ്റെയൊക്കെ തോന്നി ഇത്രയും കൂടി നല്ല മണമുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗിവ് അവയ്ക്ക് കിട്ടിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളും. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. നിങ്ങൾ കണ്ടിരിക്കണം, നിങ്ങൾക്കും ഹാപ്പി തോന്നും. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഓരോ ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരുടെ ഷോപ്പിംഗ് വീഡിയോ അല്ലെങ്കിൽ അവരുടെ മേക്കപ്പ് വീഡിയോ ഒക്കെ ഞാൻ ഇരുന്ന് കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കാണാൻ. പിന്നെ ഞാനും വിചാരിക്കും, ഞാനും ഒരു ദിവസം ഇവരെ പോലെ എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യുമെന്ന് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ എന്താ പറയുക, നമ്മൾ ഡ്രസ്സ് ഇപ്പോൾ കുറേ എടുക്കുകയാണെങ്കിലും ഞാനിങ്ങനെ ചിലപ്പോൾ ഒക്കെ ഹോൾ വീഡിയോസ് എടുക്കാറുണ്ട്. ചില സമയത്ത് മൂഡൊന്നും ഉണ്ടാവാറില്ല. ടൈം ഇതിപ്പോൾ എന്താണെന്നാലും നിങ്ങൾക്ക് കാട്ടിത്തരണമെന്ന് തോന്നി കേട്ടോ. കാരണം അത്രയും നല്ല ക്യൂട്ട് ഗിഫ്റ്റ് അല്ലേ. പാക്കേജിങ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും കാട്ടിത്തരണം വിചാരിച്ചു. അപ്പം ഇത്രയും സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ നമുക്ക് ഉടനെ തന്നെ 50K ആവാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കും ഗിവ് അവയ്ക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അല്ല പിന്നെ ഞാൻ പറയാൻ മറന്നു, ഞാൻ സത്യം പറയുകയാണെങ്കിൽ കുറച്ച് നാളായിട്ട് അങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ഐറ്റംസോ കാര്യങ്ങളൊന്നും മേടിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ എന്താ പറയുക, വെറുതെ കുറേ മേടിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കിട്ടപ്പോൾ എനിക്കിനി ഈ കൊല്ലത്തേക്ക് അധികം ഒന്നും മേടിക്കേണ്ട, വേറൊരു സംഭവം എനിക്ക് മേടിക്കുന്ന ആഗ്രഹമുണ്ട്, അത് മാത്രം ഞാൻ മേടിക്കുള്ളൂ മേക്കപ്പ് ഐറ്റം ആയിട്ട്. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ മേടിക്കാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ചെയ്ത് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾക്കും ഹാപ്പി എന്ന് വിചാരിക്കണം. എനിക്ക് കുറച്ച് ഹാപ്പിനെസ് നിങ്ങൾക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.